ഹായ്, വെൽക്കം ടു സിവിലിയൻസ്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 എക്സാംസ് ആണ് ഈ ജൂൺ മാസം വരുന്നത്. ജൂൺ 11 അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ എക്സാമും ജൂൺ 27 ഓവർസിയർ ഗ്രേഡ് 1 PWD ബാർ ഇറിഗേഷൻ LSD ഈ 2 എക്സാംസ് ആണ് PSC ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഓവർസിയർ ഗ്രേഡ് 2 LSDD PWD ബാർ ഇറിഗേഷൻ, ഓവർസിയർ ഗ്രേഡ് 3 ഹാർബർ, LSDDAE തുടങ്ങിയ എക്സാംസും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, എന്തൊക്കെ സ്ട്രാറ്റജി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെ നിതിൻ സാറുമുണ്ട്. അപ്പോൾ സർ, വെൽക്കം. ഹായ്. നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന എക്സാമിന് ജൂൺ മന്തിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 2 എക്സാംസിന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളിൽ കുറേ പേരൊക്കെ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയവരായിരിക്കാം. ചിലരൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരായിരിക്കാം. പിന്നെ മറ്റൊരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഗവൺമെൻറ് വർക്കോ പ്രൈവറ്റ് വർക്കോ വട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ കൺസേൺസ് ഉണ്ടാവും. ഇനി ഒരു 3 മാസമൊക്കെ അല്ലേ ഉള്ളൂ, ഇനി ഞാൻ എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. അപ്പോൾ ഇന്ന് ഈ ഡിസ്കഷനിലൂടെ എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനെയും എല്ലാ കാറ്റഗറിയിലുള്ള ആസ്പിരൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാനും അതായത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ യൂട്യൂബിലെ കമൻറ്റ് സെക്ഷൻസ് നിന്നൊക്കെ കുറച്ച് ഡൗട്ടുകളും കൺസേൺസൊക്കെ ഓൾറെഡി ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയത് പ്രകാരം കുറച്ച് ക്വസ്റ്റ്യൻസും കൺസെപ്റ്റ്സൊക്കെ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ മിസ്, എനിക്ക് തോന്നുന്നു സിലബസിനെ കുറിച്ചൊക്കെ കുറേ പേര് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുത്ത് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? ശരിയാണ് സർ. ഇപ്പോൾ സിലബസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സിലബസ് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടത്. സിലബസ് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് PSCയുടെ സിലബസിൽ. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്, സിലബസിനോടൊപ്പം തന്നെ സബ്ജക്റ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആണ്. അത് ഒരു പരിധി വരെ കൃത്യമായിട്ട് എക്സാമിനേഷന് ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആദ്യം സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതിനെ ബേസ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൂടാതെ മറ്റ് ചില ക്വയറീസ് നമുക്ക് വരുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് നിതിൻ സാറിന് സിലബസ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു ധാരണ കിട്ടും അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും എന്നല്ല ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊരു സില്ലി ടോപ്പിക്കാണ്, അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നൊരു ടോപ്പിക് ഉണ്ടാവും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതി പരിചയിച്ചതിൽ ഭാഗമായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്നും ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പം അങ്ങനെ നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് സ്വാഭാവികമായിട്ടും നല്ലതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്യപ്പെടാം, പക്ഷെ അത് മാത്രമേ ചോദിക്കുള്ളൂ എന്നതും അല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും PYQs നോക്കുന്നത് നല്ലതാണ്. നമുക്കതിൻ്റെ ബുക്ക്ലെറ്റ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബുക്ക്ലെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കുന്നതോ സ്വാഭാവികമായിട്ടും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം വരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതിയോ? തീർച്ചയായിട്ടും പോരാ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കണം, എങ്കിലേ സാറ് പറഞ്ഞതുപോലെ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മൾ ഈ സിലബസ് അനുസരിച്ച് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള ഡൗട്ട്സ് സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ വേറൊന്നും ഇല്ല, നമ്മൾ ആദ്യം തിയറി കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ തിയറി മനസ്സിലാക്കുക, അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക.
ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ് പല സബ്ജക്ട്സിലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറന്നു പോകുന്ന തോന്നുന്നതോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്നതായിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ അതൊരു ഇക്വേഷൻ ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു പേജ് പോലെയോ ഒക്കെ പ്രിപ്പയർ ചെയ്യുക സബ്ജക്റ്റ് വൈസ് ആയിട്ട്. അപ്പോൾ പരീക്ഷ അടുക്കും തോറും ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് റിവൈസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പതിയും. അതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തിയറി കോൺസെപ്റ്റ്സ് കവർ ചെയ്യുക, പിന്നീട് ഒരു ഇക്വേഷൻ ബുക്കായിട്ട് അതിൽ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞതിനോട് സാറും യോജിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇപ്പോൾ ഗ്രേഡ് 1 എക്സാമിനൊക്കെ അല്ലേ പിന്നെയും കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓൾറെഡി ഞങ്ങളുടെ സ്റ്റുഡൻസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. വെറുതെ ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പറയല്ല. ഓൾറെഡി പിള്ളേർ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നന്നായിട്ടുണ്ട്, മീൻസ് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ റിസൾട്ട് കിട്ടിയ ശേഷം ഞങ്ങൾ വന്ന് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോഴൊക്കെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മിസ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കുറേ പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ ചിലപ്പോൾ അവർക്ക് ഡൗട്ട് വരാം. ചിലപ്പോൾ ക്ലാസ് മിസ്സായതുകൊണ്ടോ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് കുറച്ച് ടഫ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഈ ടഫായിട്ട് തോന്നുന്ന ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കായിരിക്കാം. തോന്നുന്ന ടോപ്പിക്സും ഇക്വേഷൻസും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് പിന്നീട് നമ്മളോട് വന്ന് ചോദിക്കും. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ ചില ഡൗട്ടുകളൊക്കെ ഒരുമിച്ച് എഴുതി വെച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടോ ഇൻ്റർവെൽ സമയത്തൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ടോപ്പിക്കിൻ്റെ പിന്നാലെ ഇരുന്നിട്ട് അവരുടെ സമയം മുഴുവൻ കളയാതെ അവർ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബാക്കി ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ട് ഡൗട്ടുള്ള പോയിന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഡിസ്കസ് ചെയ്താൽ മീൻസ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉള്ള പോർഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യാം, അത് ഒരുമിച്ച് എഴുതി വെച്ചിട്ട്. കാരണം പിന്നീട് നമ്മൾ മറന്നു പോകും അത് നോക്കാൻ. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് മാത്രമായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് പഠിക്കുക. അത് നിങ്ങൾ കോച്ചിങ് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഒബ്വിയസ്ലി യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടോ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്തിട്ടൊക്കെ നിങ്ങളായിട്ട് കുറച്ചും കൂടി നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതും ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഷോർട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ നോട്ട്സ് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്. അത് ആർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ആ പഠിച്ചാൽ മാത്രം പോരാ, അതൊരു പ്രാവശ്യം ഒന്ന് റിവൈസും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം പഠിക്കുന്നു, കോൺസെപ്റ്റ്സ് ക്ലിയർ ആവുന്നു, വീണ്ടും ഒരു പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുമല്ലോ. ആ റിവൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്കതിനെ ഷോർട്ടാക്കാൻ പറ്റുക. അപ്പോൾ ആ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം എവിടെയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഓർക്കേണ്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, കീ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പിടികിട്ടും. അതാണ് നമ്മൾ ഷോർട്ട് നോട്ട്സിലേക്ക് ചുരുക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ നോട്ട്സിലേക്ക് ചുരുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടാണ് ലാസ്റ്റ് എക്സാം അടുക്കുമ്പോൾ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫുൾ നോട്ട്സ് ഒന്നും കൂടി വായിക്കാനുള്ള സമയം ആ ടൈമിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് നോട്ട്സിലൂടെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ ഒരു ഓർമ്മ വരും എന്തൊക്കെ കാര്യങ്ങൾ കവേർഡായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് നോട്ട്സിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോക്ക് ടെസ്റ്റിൻ്റെയാണ്. ഷോർട്ട് നോട്ട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ പണ്ട് ഗേറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനിരുന്നാൽ 1 മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ എപ്പോഴും ഡൗട്ടാണ്, ഇനി എഴുതണോ, വെറുതെ 1 മണിക്കൂറൊക്കെ പോവല്ലേ, വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് നമ്മുടെ സ്റ്റുഡൻസിനും ഉണ്ടാവും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കും ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും എഴുതിയേക്കാം എന്ന് വെച്ചിട്ട് എഴുതി തുടങ്ങിയതാണ്. എഴുതി തുടങ്ങിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എൻ്റെ വീക്ക് പോയിന്റ് ഇന്ന സബ്ജക്റ്റിലാണ്, ഇന്ന ടോപ്പിക്കിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അതിന് കൂടുതൽ എഫേർട്ട് ഇടുക, ആ ഒരു പോയിന്റ് ഞാൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും മോക്ക് ടെസ്റ്റ് തന്നെ എഴുതണം. രണ്ടാമത്തെ കാര്യം ടൈം മാനേജ്മെൻറ്റ്. എല്ലാവരും എല്ലാ എക്സാംസ് കഴിഞ്ഞാലും പറയുന്ന ഒരു കാര്യമാണ് സമയം മതിയല്ല, കുറച്ചുകൂടി 5 മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിച്ച് ഉഷാറാക്കിയിരുന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരേ സമയം തന്നെ, നിങ്ങൾക്ക് മാത്രമായിട്ട് സമയം കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഇല്ല. എന്നിട്ട് നമ്മുടെ റാങ്ക് താഴെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല. കാരണം എക്സാം ഹാളിൽ നമുക്ക് വാച്ചില്ല, ക്ലോക്ക് ഇല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വാച്ച് ഉണ്ടാവും, ചിലപ്പോൾ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഇത് നോക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. സോ ആ സമയത്ത് എത്ര സമയം കൊണ്ടാണ് ഞാനിത് പഠിച്ചു തീർക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്തു വരുന്ന സമയത്ത് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലല്ലോ, കാൽക്കുലേറ്റർ ഇല്ലാതെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം സമയം നമ്മൾ എടുക്കുന്നുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല എക്സാമിനേഷൻ ഹാളിൽ പ്രത്യേകിച്ച്. അപ്പോഴാണ് ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടാകുമ്പോഴേക്കും ചിലപ്പോൾ ഇൻവിജിലേറ്റർ പറയാം ടൈം തീർന്നു എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇത്രയും സമയമായോ എന്ന് ചിന്തിക്കുക.
അപ്പോൾ അത് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ബോഡിയെയും നമ്മുടെ മൈൻഡിനെയും ആ ഒരു പേസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് ഇതുപോലെ കാൽക്കുലേറ്ററൊന്നും ഇല്ലാതെ സമയമൊന്നും നോക്കാതെ ചെയ്ത് ശീലിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു മൈൻഡും നമ്മുടെ ഒരു ബോഡിയും ആ ഒരു സ്പീഡിലേക്ക് വരുള്ളൂ. സോ മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറേ സമയം കളയുന്ന ഒരു പരിപാടിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എവിടെ നിന്നാണ് ഈ മോക്ക് ടെസ്റ്റ് കിട്ടുക എന്നൊക്കെയുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒബ്വിയസ്ലി ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ മിസ് സിവിൽ ആപ്പിൻ്റെ കാര്യം ഒന്ന് പറയാൻ തോന്നുന്നു അല്ലേ? അതെ, നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് സിവിൽ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സിവിൽ ആപ്പ് എന്താണെന്ന് ചോദിച്ചാൽ സിവിലിയൻസിൻ്റെ ഒഫീഷ്യൽ ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ സിവിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഒരുപാട് ഫ്രീ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ തന്നെ സമയം കളയുക എന്നുള്ളതല്ല മോക്ക് ടെസ്റ്റ്. നമുക്ക് ആ ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് എന്താ പറയുക റിഫൈൻ ചെയ്തെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഈ പഠിക്കുന്ന പ്രോസസ്സിൻ്റെ സമയത്ത് ഈ ഒരു പ്രോസസ്സിൽ റിസോഴ്സ് ജമ്പിങ് ഒഴിവാക്കുക. എന്താണ് റിസോഴ്സ് ജമ്പിങ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഒരുപാട് ഓൺലൈൻ യൂട്യൂബ് ചാനൽസിൻ്റെയും ഒക്കെ ഒത്തിരി റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. പല പല റിസോഴ്സിലേക്ക് നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പം, ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസും മിസ്റ്റേക്സും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ചില അൺസർട്ടനിറ്റീസും ഒക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് റിസോഴ്സ് ജമ്പിങ് പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് ഏത് റിസോഴ്സാണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, അതിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവുന്നത്, അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ സബ്ജക്ട്സിൻ്റെ കാര്യം പറയുമ്പോഴും, അതായത് ചിലപ്പോൾ ചിലർക്ക് കംഫർട്ടബിൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചു പോകുന്നതായിരിക്കാം, ചിലർക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കൂടുതലും സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സിൽ, ഇപ്പോൾ 2 or 3 നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഒരു സബ്ജക്റ്റ് മാത്രം നോക്കി പോകാതെ ഒരു 2 or 3 സബ്ജക്ട്സ് ഒക്കെ പാരലലി പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് പഠിച്ച് മറ്റേ സബ്ജക്റ്റ് കയറുന്ന സമയത്ത് ഈ പഴയ സബ്ജക്റ്റ് മറന്നു പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്, അത് ഒഴിവാക്കാം. മറ്റൊന്നൊരു മോണോട്ടോണസ് ഫീൽ ഉണ്ടാവുമല്ലോ. നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് അതാണ് കംഫർട്ടബിൾ, അത് ആ സബ്ജക്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച സബ്ജക്റ്റ് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ മറന്നു പോകുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ കോളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതലും സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എഫക്റ്റീവായിട്ട് പോകുന്നത് ഒരു 2 or 3 സബ്ജക്ട്സ് ഒക്കെ പാരലലി കൊണ്ടുപോകുന്നതായിരിക്കും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, സാർ പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് ശ്രദ്ധിക്കുക. ഇനി വേറൊരു വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടികളെല്ലാവരും റേസ് ചെയ്യുന്നതാണ്, മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോഴും മോഡൽ ടെസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പോഴും പറയുന്നൊരു കാര്യമാണ് നെഗറ്റീവ്സ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ, ഈവൻ ഓവർസിയർ ലെവൽ എക്സാംസ് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് മാർക്ക് പോലും നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ്സ് പരമാവധി നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. ബ്ലൈൻഡായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. വെറുതെ വൈൽഡ് ഗസ് ഒക്കെ ചെയ്ത് വെറുതെ ഓപ്ഷൻസ് ബബിൾ ചെയ്യരുത്. നമ്മൾ കറക്റ്റ് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു 80% പ്രോബബിലിറ്റി ഉണ്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. ബ്ലൈൻഡായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്സ് വരുത്തരുത്. കാരണം നെഗറ്റീവ്സ് നിങ്ങളിനി എത്ര പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിലും ആ സമയത്ത് ഉണ്ടാക്കുന്ന നെഗറ്റീവ്സ് നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. എനിക്ക് ശരിയല്ലേ സാർ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിലും ഇനി ഇതുവരെ നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, നിങ്ങളായിട്ട് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യാണ് എന്നാണെങ്കിലും, നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലൊക്കെ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് സെയിം തന്നെയാണ്. വ്യത്യാസം എന്തേ വരുള്ളൂ, നിങ്ങളിനി സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ചിലപ്പോൾ വ്യത്യാസം വരും. കാരണം ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിന് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ അതിന് ശേഷമുള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും.
മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് സിവിൽ ആപ്പിൽ നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ചുമ്മാ സിവിൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സിവിലിയൻസിൻ്റെ ഐക്കൺ വെച്ചിട്ട് ആപ്പ് നിങ്ങൾക്ക് കാണാം. അത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ കൺസേൺ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അപ്പോൾ അത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ പൊതുവേ കണ്ട് പരിചയമുള്ളവരോട് പറയുന്ന ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഫ്രണ്ടിലുള്ളത്. നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാവുന്ന, ഇല്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈലേ തന്നെ മാറിപ്പോവാവുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീൽഡ് അത് നിങ്ങൾക്ക് വിട്ട് വരാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി അത് തന്നെയാണ് നല്ലത്. ചിലർക്ക് എക്കണോമിക്കലി അതൊരു കൺസേൺ ആയിരിക്കാം. അയ്യോ, ആ ജോലി വിട്ടു പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ, ഒരു പക്ഷേ നമ്മൾ അതിലും ടൈം സ്പെൻഡ് ചെയ്യണം, ഇതിലും ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഒരു ഈ ജോലിയൊക്കെ വിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഇവരോടല്ലേ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവരെക്കാൾ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഡിസ്ക്വാളിഫൈ ആവുന്നല്ല, ലിസ്റ്റിൽ ഒരു പക്ഷേ താഴേക്കായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കോൾ എന്താണെന്ന് ആലോചിക്കുക, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡ്രീം എന്താണെന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഡ്രീം ഓവർസിയർ ഗ്രേഡ് 1 ഒക്കെ എഴുതി ടോപ്പ് റാങ്കിലൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 2-3 മന്ത്സ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം കുറവുള്ളവരാണെങ്കിൽ നേരത്തെ മിസ് പറഞ്ഞില്ലേ, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, വീണ്ടും അത് റിവൈസ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ വേണമെങ്കിൽ ഒന്നൊക്കെ എഴുതിയൊക്കെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി അതല്ലാതെ സമയമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, പ്രിപ്പയർ ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, ആ പ്രോസസ്സിൽ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒബ്വിയസ്ലി എന്താ പറയണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കുന്നതും സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ ചുരുങ്ങിയ സമയമേ ഈ സമയത്തിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും സമയം കുറവ് തന്നെയാണ്. പക്ഷെ ആ സമയം കുറവിനെ നമ്മൾ മാനേജ് ചെയ്താൽ മതി. ആ ടൈമിനെ എഫക്റ്റീവായിട്ട് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെന്താ ചെയ്യുക, വീക്ക്ലി നമ്മൾ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യും. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ആഴ്ച ഞാനൊരു 2 മോക്ക് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 മോക്ക് ടെസ്റ്റ്, ഇത്രയും സബ്ജക്ട്സിൻ്റെ ഇത്രയും പോർഷൻസ് എനിക്ക് കവർ ചെയ്യണം, ബൈ സൺഡേ എനിക്കതൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു വീക്ക്ലി ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്യുക. അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയി എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങ് ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. കുറച്ച് ഡീവിയേഷൻസ് നാച്ചുറലി ഉണ്ടാകാം, പക്ഷേ എങ്കിലും പരമാവധി അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഒരു 90 to 95% എങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സമയം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര സമയം ഉണ്ട് എന്നുള്ളതല്ല, ഉള്ള സമയം നന്നായിട്ട് മാനേജ് ചെയ്യുക. മാനേജ്മെൻറ്റിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടി സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസം ഒരു സബ്ജക്റ്റ്, അടുത്ത 2 ദിവസം അടുത്ത സബ്ജക്റ്റ്, അങ്ങനെ ചുമ്മാ ടൈം ടേബിൾ ഉണ്ടാക്കി പോവല്ല. ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അത് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കൂടി എടുക്കണം. നെക്സ്റ്റ് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിവിഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്റ്റ് കൂടി ജസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം റിവിഷൻ ചെയ്യാൻ. അല്ലാതെ നമ്മൾ പഠിച്ച് പോയത് അങ്ങ് മറന്നു പോകും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ജസ്റ്റ് കുറച്ച് പഠിച്ചു, അത് പോയി എക്സാം എഴുതി, മറ്റൊരു സബ്ജക്റ്റ് പഠിച്ചു, അങ്ങനെയല്ലല്ലോ ഇവിടെ. എല്ലാ സബ്ജക്ട്സും കമ്പൈൻഡ് ആയിട്ടല്ല എക്സാം എഴുതുന്നത്. സോ മിസ് പറഞ്ഞ പോലെ ആ ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിവിഷനും കൂടെ ടൈം നിങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിൽ വെക്കും. മിസ്സെ സ്വാഭാവികമായിട്ടും ഡീമോട്ടിവേറ്റഡ് ആകാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം പഠിച്ച് ചിലപ്പോൾ മറന്നു പോകും. സ്വാഭാവികമായിട്ട് മറന്നു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ പിള്ളേരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. അതായത് സ്വാഭാവികമായിട്ട് മറന്നു പോകും, അതാണ് നോർമൽ പ്രോസസ്സ്. അപ്പോൾ ഈ മറന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ കൂടും, ഒന്ന് ഡീമോട്ടിവേറ്റഡ് ആവും. ഇതൊക്കെ വെറുതെ ആണോ ഇതിലേക്ക് വന്നത്, ഇറങ്ങേണ്ടായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ വരാം. അപ്പോൾ പിള്ളേരെന്ത് ചെയ്യും? അതെ, സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. ഇപ്പം നമുക്ക് ആരായാലും ശരി, സാറായാലും ഞാനായാലും സ്റ്റുഡൻസ് ആയാലും നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഡീമോട്ടിവേഷൻ തീർച്ചയായിട്ടും വരും. ഇപ്പം നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആകാതിരിക്കാൻ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് റാങ്കിലേക്ക് എത്തിയ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ നിങ്ങൾ ആ ഒരു ടോപ്പറിൻ്റെ, അതായത് നിങ്ങളുടെ ഫീൽഡിൽ തന്നെ നിന്ന് ഈ പറയുന്ന PSC എക്സാമിന് ഫസ്റ്റ് റാങ്കോ ടോപ്പ് റാങ്കോ വാങ്ങിച്ചവരുടെ സ്റ്റോറി ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് വരും. നമ്മൾ റാൻഡം മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതിനേക്കാളും അതാണ് എഫക്റ്റീവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് സൂര്യ SR ഓവർസിയർ ലെവലിൽ ടോപ്പ് റാങ്ക്, അതായത് 4th റാങ്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 4th റാങ്ക് വാങ്ങിച്ച ഒരാളാണ്. ഒരുപാട് വർഷത്തെ പ്രിപ്പറേഷനൊന്നും സൂര്യ ചെയ്തിട്ടില്ല. സൂര്യ വളരെ ചെറിയൊരു കൈക്കുഞ്ഞുമായിട്ട്
പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ തന്നെ വന്നിരുന്ന് പ്രിപ്പയർ ചെയ്താണ്. കുഞ്ഞിന് 4-5 മാസം പ്രായമുള്ളപ്പോഴാണ് സൂര്യ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ പ്രിപ്പറേഷനൊന്നും സൂര്യക്ക് കിട്ടിയിട്ടില്ല. വീട്ടിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ. 5 മണിയാകുമ്പോൾ വീട്ടിൽ പോകണം, ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഈ ഒരു 7-8 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 6-7 മാസമാണ് എനിക്ക് തോന്നുന്നു എഫക്റ്റീവായിട്ട് സൂര്യക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. ഒരു ഫസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ തന്നെ 4th റാങ്കിലേക്ക് എത്തിയ ആളാണ് സൂര്യ SR. അപ്പോൾ അത് നമുക്ക് ഏവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്നൊരു സ്റ്റോറിയാണ്. അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, മറ്റ് പല സോഷ്യൽ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് കിട്ടും. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും, നമുക്കും പറ്റും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പഠിച്ചാൽ പോരാ, റീഡ്, റിവൈസ് ആൻഡ് റിപ്പീറ്റ്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം വായിക്കുന്നു, പിന്നെ റിവൈസ് ചെയ്യുന്നു, വീണ്ടും അടുത്ത സൈക്കിൾ വരുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും സൂര്യ SRനെ പോലെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കലും നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് കിട്ടിയാലേ പഠിക്കാൻ പറ്റുള്ളൂ, അതൊക്കെ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. 1 വർഷം കൃത്യം സമയം എനിക്ക് വേണം, അല്ലെങ്കിൽ 2 വർഷം സമയം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ടൈം മാനേജ്മെൻറ്റും ഡെഡിക്കേഷൻ വെച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാവുന്നതേ ഉള്ളൂ. ഇല്ലേ സാറേ? പിന്നെ തീർച്ചയായിട്ടും മിസ് നേരത്തെ പറഞ്ഞല്ലോ, ഈ മോട്ടിവേഷണൽ വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള കാര്യം തന്നെയായിരിക്കും. ജസ്റ്റ് കണ്ടിട്ട് സിനിമയിലൊക്കെ മറ്റേ ജഗതിയൊക്കെ എഴുന്നേക്കുന്ന പോലെ ആ സമയത്ത് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ അർത്ഥം വെറുതെ റാൻഡം ആയിട്ട് കുറേ മോട്ടിവേഷൻ വീഡിയോ കാണുക എന്നല്ല പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കിട്ടും. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കയറി കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് എടുക്കുന്ന മോട്ടിവേഷൻ വീഡിയോ അല്ല, ഓൾറെഡി ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വെച്ച് പ്രിപ്പയർ ചെയ്ത് സക്സസ്ഫുള്ളായി ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിലൊക്കെ കയറി ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ഒക്കെ കിട്ടിയിട്ടുള്ള പിള്ളേർ അവരെങ്ങനെയാണ് പഠിച്ചത്, അവർ ഡീമോട്ടിവേറ്റഡ് ആയ സമയത്ത് അവരെന്താണ് ചെയ്തത്, അവർക്ക് ഇക്വേഷൻസ് ഒക്കെ മറന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത്, അവർക്ക് കൺസെപ്റ്റ്സ് ഒക്കെ മറന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരെന്ത് ചെയ്തപ്പോഴാണ് അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത് എന്ന് അവരുടെ തന്നെ അനുഭവങ്ങൾ പറയാം. അത് വെറുതെ മോട്ടിവേഷൻ തരികയല്ല, അവരവരുടെ അനുഭവങ്ങൾ പറയാണ് എങ്ങനെയാണ് അവർ സക്സസ്ഫുൾ ആയത്. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രശ്നം എന്താണ്, അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണുക. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അത് ക്രാക്ക് ചെയ്യാനും പറ്റും. സ്വാഭാവികമായിട്ടും അത് മാറ്റി നിങ്ങൾക്കും അവരെ പോലെ എന്താ പറയണ്ടേ, അടുത്ത വർഷമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ പേര് നമുക്ക് പറയാൻ പറ്റണം. മിസ് നേരത്തെ സൂര്യയുടെ പേര് പറഞ്ഞു, ഒരുപാട് പേര് പറയണം. എനിക്ക് പേര് പറയാൻ പേടിയാണ്, കാരണം 1-2 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാർ ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിട്ട് ഞാൻ പറയാതിരിക്കുന്നത്. ഒട്ടനവധി പേരുണ്ടോ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കാളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ഇല്ലേ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ വന്നിട്ടും റാങ്ക് നേടിയവരുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാവും. പ്രശ്നങ്ങളില്ലാത്ത ആരാളുള്ളത്? എല്ലാവർക്കും ചെറിയതായിട്ടുള്ള രീതിയിലുള്ള സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും. ചിലർക്ക് ഫാമിലി സൈഡിൽ നിന്നായിരിക്കും, ചിലർക്ക് ഫിനാൻഷ്യൽ സൈഡിൽ നിന്നായിരിക്കും, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ജോലിക്ക് പോയാലേ കുടുംബം പോകുള്ളൂ എന്നുള്ളവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് ടാക്കിൾ ചെയ്ത് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും പഠിക്കുന്ന പ്രോസസ്സിൽ അതുപോലെ തന്നെ ബേൺ ഔട്ട്സ് ഒഴിവാക്കുക. ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇടയ്ക്ക് ഒരു വാക്കിനൊക്കെ പോവുക, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക. അപ്പോൾ എപ്പോഴും ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കണം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് വർക്കാണ്. ഉള്ള സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് നമുക്കിപ്പോൾ സക്സസ് തരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടൈം മാനേജ് ചെയ്യുക. അല്ലാതെ എങ്ങും പോകാതെ കൺഫൈൻഡ് ആയിട്ടൊരു റൂമിനകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരുപാട് അങ്ങ് ഡിമോട്ടിവേറ്റഡ് ആയി ഡൗൺ ആയി പോകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങുക, റിലാക്സ് ചെയ്യുക, സ്ട്രെസ് ഫ്രീ ആവുക, വീണ്ടും പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി എനർജി നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും അല്ലേ സാർ? ആ ഒരു കാര്യം പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് തന്നെയായിരിക്കുമല്ലോ ഇഷ്ടം, പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത്. വെച്ചാൽ അത് മാത്രമല്ല വേണ്ടത്, പഠിക്കണം. പഠിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ റിലാക്സ് ചെയ്യാനും മറക്കരുത്. നമ്മൾ അതിൽ മാത്രമായി പോരുത്, നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും ഡിസ്റ്റർബ്ഡ് ആയി പോകും. പിന്നെ മിസ്സേ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ട് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ അവരായിട്ട് ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും കൂടി ഇരുന്ന് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കില്ലേ. അതായത് ആ ഒരു എക്സാമിനേഷൻ ഹോളിൽ കയറി ഇരുന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും. അതുപോലെയല്ലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരുന്നിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കിട്ടാൻ അവർക്കൊരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ഒക്കെ പോലെ കൊടുക്കുന്ന സ്വാഭാവികമായിട്ടും നല്ലതായിരിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് ഉടനെ തന്നെ ഉണ്ട്. April 27 ഓൾ കേരള ഓവർസിയർ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് സിവിലിയൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, സിവിൽ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും അതൊന്ന് കയറി നോക്കുക. അത് മാത്രമല്ല, സിവിൽ ആപ്പിൽ 28 ടെസ്റ്റ് സീരീസ് ഓവർസിയറിൻ്റെ അവൈലബിൾ ആണ്. Grade 1, Grade 2, Grade 3 വിത്ത് എക്സ്പ്ലനേഷൻ. 28
ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അതിൽ അറൗണ്ട് ഒരു 3000 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് ചെയ്യാനും പറ്റും വിത്ത് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തിലും സിവിലിയൻസ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മാസം 27-ാം തീയതിയാണ്. മെയ്യിലും ജൂണിലും 2 മോക്ക് ടെസ്റ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഗുണം എന്നുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കും. മൊത്തം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏകദേശം ഒരു ലെവലും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും കേരളത്തിൽ ഒരുവിധം ആസ്പിരൻസ് ഒക്കെ എല്ലാ വർഷവും മോക്ക് ടെസ്റ്റുകൾ എഴുതാറുണ്ട് സിവിലിയൻസിൻ്റെ. സ്വാഭാവികമായിട്ടും അവർക്കത് ഹെൽപ്ഫുൾ ആകാറുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് എഴുതുമ്പോൾ നിങ്ങളുടെ ഒരു പൊസിഷൻ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനും പറ്റും. ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അതോ നിങ്ങൾ ഓൾറെഡി ടോപ്പിലാണെങ്കിൽ ആ ഒരു പേസ് നിങ്ങൾക്ക് നിലനിർത്തേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും സ്വാഭാവികമായിട്ടും അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, ആ ഒരു പ്രോസസ്സിൽ അങ്ങ് ബിലീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. റിസൾട്ട് സ്വാഭാവികമായിട്ട് വരും. അയ്യോ എനിക്കിത് കിട്ടുമോ, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇത്രയും നാളത്തേത് എന്താ പറയുക പ്രിപ്പറേഷനൊക്കെ വെറുതെ ആവില്ലേ, ഇത്രയും മാസങ്ങൾ പോയില്ലേ, എൻ്റെ ഒരു വർഷം കളയണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളതും കൂടി കളയായിരിക്കുക. ആ ഒരു പ്രോസസ്സിൽ അങ്ങ് ബിലീവ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കത് കാണുന്നുണ്ടല്ലോ, ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആവുന്ന കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വെറുതെ നിങ്ങൾക്കൊരു എന്താ പറയുക ഇല്ലാത്തൊരു ഹോപ്പ് തന്നിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കോ എന്ന് പറയുന്നതല്ല. ആ പ്രോസസ്സിലെങ്കിൽ ബിലീവ് ചെയ്യുക, സ്വാഭാവികമായിട്ടും റിസൾട്ട് വരും. അതെ, സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിങ്ങൾക്ക് എന്ത് റിസോഴ്സ് ഉണ്ടെന്നുള്ളതോ എന്തുമാത്രം ടൈം ഉണ്ട് എന്നുള്ളതോ അല്ല. നിങ്ങളിൽ വിശ്വസിക്കുക, ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് മറക്കാതിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും വരും. അപ്പം ഞങ്ങൾക്കും അതാണ് ആശംസിക്കാനുള്ളത്. പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിനും ഈ ഒരു ലിസ്റ്റുകളിൽ തന്നെ കയറാൻ പറ്റട്ടെ, ആ ഗവൺമെൻറ് ജോലി കിട്ടട്ടെ. ഞങ്ങളും ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. All the very best to all of you. All the best. Start your preparations for engineering competitive exams from top educators. Learn from the best.